പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണരോട് കേരളത്തിലെ മുസ്ലിം യുവത തങ്ങളുടെ ഹൃദയത്തിൽ അവരോടുള്ള സഹാനുഭൂതിയും അവരോടുള്ള അനുകമ്പയും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കോഴിക്കോട് പട്ടണത്തിൽ ഒരു വലിയ റാലി, ആയിരങ്ങൾ അണിനിരന്ന യുവജന റാലി നാം സംഘടിപ്പിച്ചതും ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ സംഗമം ചേരുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധ റാലിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഈ സ്ഥലം എന്ന് ഞങ്ങൾക്കറിയാം. അതിലുണ്ടായിട്ടുള്ള പ്രയാസത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് ഈ പട്ടണത്തിൽ മുതലക്കുളം മൈതാനം, അതുപോലെ സ്റ്റേഡിയം, ഇങ്ങനെയുള്ള സാധാരണ ഉപയോഗിക്കുന്ന മൈതാനങ്ങളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ, മാത്രവുമല്ല ഈ വിഷയത്തിലുള്ള പ്രതികരണം വളരെ അടിയന്തര സ്വഭാവത്തോടു കൂടി പെട്ടെന്ന് വേണം എന്നുള്ളത് കൊണ്ടും ആണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയതിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രയാസങ്ങൾക്കും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിർവ്യാജം ഇവിടെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണ്. നന്ദിഗ്രാം ഇന്ന് ഇന്ത്യ രാജ്യത്തെ മനസാക്ഷിയുള്ള സമൂഹത്തിന്റെ കണ്ണുനീരാണ്. നന്ദിഗ്രാമിലെ പീഡന കഥകൾ കേൾക്കുന്ന മുഴുവൻ ആളുകളും വളരെയേറെ മാനസികമായി പ്രയാസപ്പെടുന്ന പരുവത്തിലാണ് കമ്മ്യൂണിസ്റ്റ് കാടത്തം നന്ദിഗ്രാമിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, ഇവിടുത്തെ ന്യൂനപക്ഷം കഴിഞ്ഞ 10-60 വർഷക്കാലത്തെ സംഘബോധത്തിലൂടെ നേടിയെടുത്ത ആ സാമുദായിക ബോധം, ആ ജനാധിപത്യ ബോധം, നമ്മളിവിടെ ആ ബോധത്തിൽ നിന്ന് നമ്മളിവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ രാഷ്ട്രീയ ബോധം നമ്മളോട് പറയുന്നത് നന്ദിഗ്രാമിലെ ഗ്രാമാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട ജനവിഭാഗം, മാർക്സിസ്റ്റുകാരുടെ കാടത്തങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗം നിങ്ങളുടെ സഹോദരന്മാരാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ, അതുപോലെ തന്നെ ഒരു തെറ്റ് കണ്ടാൽ അതിനെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുവാനുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടാകണമെന്ന പ്രവാചകന്റെ പഠനവും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ നന്ദിഗ്രാമിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പറയാൻ കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഇവിടെ നമ്മൾ നിർവഹിക്കുന്നത്. ആ സംഘബോധമാണ്, അവരും നമ്മളുടെ സമൂഹത്തിന്റെ ഭാഗമാണെന്ന ബോധമാണ് മുസ്ലിം യൂത്ത് ലീഗിനെ ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നന്ദിഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കരളലിയിപ്പിക്കുന്നതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളരെ വിരളമായിട്ടേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ പ്രത്യയശാസ്ത്രം ഒരു വിഭാഗത്തെ ജനങ്ങളെ ആട്ടിയോടിക്കുന്നത്, അവരുടെ മേൽ ക്രൂരമായ പൈശാചിക മുറകൾ അഴിച്ചുവിടുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളരെ വിരളമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ നടന്ന നരഹത്യയാണ്, വംശഹത്യയാണ് അതിനോട് സമം ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവം. ഒരു ഭരണകൂടം ആ പ്രദേശത്തെ ഒരു വിഭാഗം ജനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിയത്. തെഹൽക്കയുടെ പുതിയ വെളിപ്പെടുത്തലുകളിൽ അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്തവർ അവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ചുട്ടരിക്കാൻ എന്തുമാത്രം സഹായം ചെയ്തു എന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമം ചേർത്ത് വായിക്കാവുന്ന, അവിടെ ഫാഷിസ്റ്റുകളാണ് കൊടിയ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയതെങ്കിൽ ഇവിടെ മാർക്സിസ്റ്റുകളാണ് ഈ ക്രൂരതക്ക് നേതൃത്വം നൽകുന്നത് എന്ന വ്യത്യാസം മാത്രമാണുള്ളത്.
ഗുജറാത്തിനോട് ഒരുപാട് സാമ്യമുണ്ട് ഈ സംഭവങ്ങൾക്ക്. നന്ദിഗ്രാമിലെ സംഭവങ്ങൾ അധികവും പുറത്തു വന്നിട്ടില്ല. അവിടെ കടന്നു ചെല്ലാനോ വിഷയങ്ങൾ മനസ്സിലാക്കാനോ പുറം ലോകത്തോട് പറയാനോ പോലും മാർക്സിസ്റ്റുകാരാരെയും സമ്മതിച്ചിട്ടില്ല. മാർക്സിസ്റ്റുകാരാൽ വളയപ്പെട്ടിരിക്കുകയാണ് നന്ദിഗ്രാമം. പ്രശസ്തരായ സാഹിത്യകാരന്മാര് പോലും പത്രപ്രവർത്തകന്മാര് പോലും അങ്ങോട്ട് പോയിട്ട് ആ നന്ദിഗ്രാമിലെ ദുരിതത്തിന്റെ കണക്കെടുക്കാൻ പോയിട്ട് അവർക്കവിടെ ഒന്ന് എത്തി നോക്കാൻ പോലും സാധിക്കാത്ത വിധം മാർക്സിസ്റ്റുകാരാൽ വളയപ്പെട്ടിരിക്കുകയാണ് ആ ഗ്രാമം. അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, ഗുജറാത്ത് കലാപത്തിനോട് സാദൃശ്യമുള്ളതാണ്. ഗുജറാത്ത് കലാപകാലത്ത് ഇന്ത്യയിലെ മനസാക്ഷിയെ നെട്ടിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഒരു ഗർഭിണിയായ മുസ്ലിം സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കൊണ്ട് കുത്തി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് തീയിലിട്ട് ചുട്ടുപൊട്ടിച്ച ഒരു സംഭവം ലോകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മനുഷ്യസ്നേഹികളെയും ദുഃഖത്തിലാഴ്ത്തിയ കിരാതമായ ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിനോട് സമം ചേർത്ത് വായിക്കാവുന്ന വിധം മുക്താർ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനെ അന്വേഷിച്ച് കമ്മ്യൂണിസ്റ്റ് കാബാലികർ അവരുടെ ഭവനത്തിൽ കയറി വരികയും അവിടെ ഉണ്ടായിരുന്ന 4 മാസം പ്രായമായ കുഞ്ഞിനെ അതിന്റെ കാലിൽ തൂക്കിയിട്ട് അതിന്റെ തല മതിലടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മറ്റു ചില സ്ത്രീകൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞ സംഭവങ്ങൾ. തങ്ങളുടെ പ്രായമായ പെൺമക്കളെ തങ്ങളുടെ മുമ്പിൽ വെച്ച് മാർക്സിസ്റ്റ് കാമവറിയന്മാർ ബലാത്സംഗം ചെയ്തു എന്ന് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ചില അമ്മമാർ രാജ്യത്തെ പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ തങ്ങളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കിയതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തങ്ങളുടെ കുട്ടികളെ കാണാതായിട്ടുണ്ട്, തങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാതായിട്ടുണ്ട്. അങ്ങനെ കാണാതായവരെ സംബന്ധിച്ചുള്ള ഒരുപാട് പരിദേവനങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ നന്ദിഗ്രാമിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 10,000 പ്രയാസപ്പെടുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10,000 പ്രയാസപ്പെടുന്നത്. അവരെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 10,000 മാർക്സിസ്റ്റുകാരുടെ ക്രൂരമായ അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ആ ജനവിഭാഗത്തോട് ഇവിടെ നിന്നും മുസ്ലിം യൂത്ത് ലീഗ് തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് സമാശ്വാസമായി, നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ, മാനസികമായി നിങ്ങളോട് ചേരാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളോട് വിയോജിക്കുന്നവരെ മുഴുവനും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് മാർക്സിസ്റ്റ് സിദ്ധാന്തമാണ്. ആ മാർക്സിസ്റ്റ് സിദ്ധാന്തം ലോകത്ത് പല സന്ദർഭങ്ങളിൽ കാണുകയുണ്ടായിട്ടുണ്ട്. നന്ദിഗ്രാമിലെ ജനത മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയവരാണ്. 30 കൊല്ലക്കാലം മാർക്സിസത്തിന്റെ പിന്നാലെ നിന്നവരാണ്. എന്തേ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർ എതിരാളികളായി മാറിയത്? അവരുടെ കിടപ്പാടം, അവരുടെ 5 സെന്റ് ഭൂമി, അവരുടെ 10 സെന്റ് ഭൂമി സലീം ഗ്രൂപ്പിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ സാധാരണക്കാരായ മാർക്സിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്ന ബംഗാളിലെ നന്ദിഗ്രാമിലെ, റാണി ചൗക്കിലെ, സോനാചുരയിലെ പാവപ്പെട്ട ഗ്രാമീണര് പറഞ്ഞു, അത് മാത്രം ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നവരാണ്, നിങ്ങൾ പറയുന്ന ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്തവരാണ്. പക്ഷെ ഞങ്ങളോട് ഞങ്ങളുടെ കിടപ്പാടം മാത്രം വിട്ടുപോകാൻ പറയരുത് എന്ന് പറഞ്ഞപ്പോ ആ വിയോജിപ്പിനെയാണ് മാർക്സിസ്റ്റുകാർ അടിച്ചമർത്തുന്നത്. 30 കൊല്ലം അരിവാൾ ചുറ്റികക്ക് വോട്ട് ചെയ്തവരാണവർ. അവിടെ ആ പാർലമെന്റ് മണ്ഡലം CPM-ന്റെ കയ്യിലാണ്. അവിടുത്തെ നിയമസഭാ മണ്ഡലം CPI-യുടെ കയ്യിലാണ്. അവിടുത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷങ്ങളുടെ കയ്യിലാണ്. അപ്പോ അവർ വോട്ട് ചെയ്തിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരു ചെറിയ വിയോജിപ്പ് പോലും മാർക്സിസ്റ്റ് പാർട്ടി വകവെച്ചു കൊടുത്തില്ല. ഇന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ സ്റ്റാലിന്റെയും പോൾപോട്ടിന്റെയും ഒക്കെ അനുയായിയായി മാറിയിരിക്കുകയാണ്. മാർക്സിസത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോ റഷ്യയിൽ 6 കോടി ജനങ്ങളെ ചുട്ടരിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തത്. കംബോഡിയ എന്ന് പറയുന്ന നാട്ടിൽ 975-നും 79-നും ഇടയിൽ 20 ലക്ഷം ജനങ്ങളെയാണ്